ആ വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഖുർആൻ പറയുകയാണ്, وإذ يرفع إبراهيم القواعد من البيت وإسماعيل. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും അവിടുത്തെ പൊന്നോമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി ആ കഅബാലയത്തിന്റെ ഭിത്തികൾ സ്ഥാപിച്ച സമയം, അതിന്റെ ഭിത്തികൾ പടുത്തുയർത്തിയ സമയം. സുഹൃത്തുക്കളെ, വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു സംഭവമാണിത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഅബാലയത്തിന്റെ തിരുമുറ്റത്ത്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുൻഭാഗത്തായി നമുക്കൊക്കെ അറിയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കഅബാലയം എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ഭവനം തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്, അല്ലേ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അഥവാ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നിലകൊള്ളുന്ന ഭാഗം ഹജറുൽ അസ്വദ്, അതിനിപ്പുറത്ത് മുൽത്തസിമു, അത് കഴിഞ്ഞാൽ കഅബാലയത്തിന്റെ വാതിൽ, ഇങ്ങനെ തുടങ്ങി അതിന്റെ മുൻഭാഗത്തായി കുറച്ചു മാറിയാണല്ലോ പരിശുദ്ധമായ മഖാമു ഇബ്രാഹിം. ഇന്നും അവിടെ ചെന്നാൽ അറിയാം, പ്രത്യേകമായ കണ്ണാടിക്കൂട്ടിൽ ഒരു സ്തൂപത്തിനകത്തായി സ്ഥാപിച്ചിട്ടുള്ള മഖാമു ഇബ്രാഹിം എന്ന ആ കല്ല്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശനമേറ്റ അവിടുത്തെ പുണ്യപാദത്തിന്റെ അടയാളങ്ങൾ പതിഞ്ഞ കല്ല്. എത്രമാത്രം അതിന് പ്രാധാന്യം അല്ലാഹു തആല നൽകിയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം എന്നാണ് ഖുർആൻ പറഞ്ഞത്. നേരത്തെ ഞാൻ ഓതിയ ആയത്ത്, ഇന്ന അവ്വല ബൈത്തി വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്ത്. അതിൽ ധാരാളം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം അതിൽപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമ്. എന്താ മഖാമ് സുഹൃത്തുക്കളെ? മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുന്ന സമയം, സുബ്ഹാനല്ലാഹ്, മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം കല്ലുകൾ ഓരോന്നോരോന്നായി തന്റെ തോളിൽ വെച്ച് ചുമന്നുകൊണ്ടുവന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കല്ലുകൾ ഓരോന്നോരോന്നായി ഒന്നിനു മുകളിൽ ഒന്നായി ഇങ്ങനെ അടുക്കി വെച്ച് പടവുകൾ കെട്ടുകയാണ്. സ്വാഭാവികമായും ഉയരത്തിലേക്ക് എത്തുമ്പോൾ താഴെ നിന്നാൽ, ഇന്നിപ്പോ നമുക്കറിയാം, നമ്മുടെ വീട് പണിയുമ്പോ, ബിൽഡിംഗ് പണിയുമ്പോ, അല്ലെ, സാധാരണ ആശാരി മേശരിമാര് അതിന് തട്ടുകെട്ടി, ഞങ്ങളുടെ നാട്ടിലൊക്കെ കുതിര എന്ന് പറയും, വലിയ പൊക്കമുള്ള തട്ടുണ്ടാക്കി അതിന്റെ മുകളിൽ കയറി നിന്ന് പിന്നെയും മുകളിലേക്ക് പോകുമ്പോൾ നാലു ഭാഗത്തും കുറ്റികൾ കുഴിച്ചിട്ട് അതിനു മുകളിൽ തടിക്കഷ്ണം വെച്ച് അങ്ങനെ മുകളിലേക്ക് കെട്ടിക്കെട്ടി പോകാറാണ് പതിവ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല വളരെ അനുഗ്രഹീതമായ അത്ഭുതകരമായ ഒരു കോടി അല്ലാഹു സംഘടിപ്പിച്ചു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ കഅബാലയത്തിന്റെ ഓരോ ഭിത്തിയുടെ ഓരോ കല്ലുകളും അടുക്കി വെച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകുമ്പോ, സുബ്ഹാനല്ലാഹ്, മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, ഈ കല്ലിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പടവുകൾ പടുത്തത്. മുകളിലേക്ക് പോകുന്തോറും ആവശ്യത്തിന് അതനുസരിച്ച് അത് ഉയർന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ 21ാം നൂറ്റാണ്ടിന്റെ പൂമുഖപ്പടിയിൽ ഇരുന്നു കൊണ്ട് 4000 ആണ്ടുകൾക്ക് മുമ്പ് നടന്ന ചരിത്രപ്രസിദ്ധമായ സംഭവത്തെ നാം അയവിറക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സംഭവം ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നിപ്പോ നമുക്ക് വെറുതെ കയറി നിന്നാൽ മതി, നാം അറിയാതെ മുകളിലേക്ക് എത്തിപ്പെടുന്ന എസ്കലേറ്റർ, അല്ലെ, എസ്കലേറ്ററോ എന്താണ്, വൈദ്യുത കോണി, അല്ലെ? ഇന്നിപ്പോ ഏത് ഷോപ്പിംഗ് മാളുകളിലും ഏത് വലിയ വലിയ ബിൽഡിങ്ങുകളിലും എവിടെ ചെന്നാലും ഇന്ന് അത്തരത്തിലുള്ള എയർപോർട്ടുകളിലാകട്ടെ മറ്റു വലിയ വലിയ സംവിധാനങ്ങളിലാകട്ടെ ഒക്കെ നമുക്ക് ഇന്നറിയുന്നത് പോലെ വെറുതെ കയറി നിന്നാ മതി. ആ എസ്കലേറ്റർ അത് തന്നെ ആയിക്കോട്ടെ, അല്ലെ, വെറുതെ കയറി നിന്ന. ഇന്നിപ്പോ അതുപോലെ നമ്മൾ നടന്നു ചെന്നാൽ മതി, നമ്മൾ അറിയാതെ അങ്ങോട്ട് ചെന്നാൽ സ്വതന്ത്രമായി തുറക്കുന്ന, ആരും തുറക്കേണ്ട, തള്ളണ്ട, വലിക്കണ്ട, പൂട്ട് തുറക്കണ്ട, ഒന്നും ചെയ്യേണ്ട. നമ്മൾ മുന്നിലേക്ക് എത്തിയാൽ അറിയാതെ ഡോർ രണ്ട് ഭാഗത്തേക്ക് മാറി തരികയാണ്. എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇന്ന് സുബ്ഹാനല്ലാഹ്. മനുഷ്യനവന്റെ സാങ്കേതികമായ കഴിവുകൾ കൊണ്ട് കണ്ടുപിടിച്ച ആധുനികമായ സംവിധാനങ്ങൾ. പക്ഷെ ഇതൊന്നുമില്ലാത്ത സമയത്തും മഹാന്മാരായ പ്രവാചകന്മാരുടെ മുമ്പിൽ അല്ലാഹു തആല ഇത്തരത്തിലുള്ള ചില വിദ്യകൾ തുറന്നുകൊടുത്തിരുന്നു എന്നാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കഅബാലയത്തിന്റെ പടവുകൾ പടുത്തു മുകളിലേക്ക് പോകുന്തോറും
ആ കല്ല് ആവശ്യത്തിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്തിരുന്നു എന്നാണ് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. 4000 ആണ്ടുകൾക്ക് മുമ്പ് ത്യാഗോജ്വലമായ ത്യാഗസമ്പൂർണമായ ഒരു ജീവിതം നയിച്ച് മാനവലോകത്തിന് മുഴുവനും മഹിതമായ മാതൃക സമ്മാനിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാദസ്പർശനമേറ്റ ആ പുണ്യമായ ആ കല്ല് സുബ്ഹാനല്ലാഹ് ഇന്ന് കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഖുർആൻ പറയുന്നത് ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം അല്ലേ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം മഖാം അഥവാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കയറി നിന്ന് കഅബാലയത്തിന്റെ പടവുകൾ പടുത്തുയർത്തിയ ആ കല്ല് അത് നിങ്ങളുടെ നിസ്കാരസ്ഥാനമാക്കുക. പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്തു കഴിഞ്ഞ് ആ മഖാം ഇബ്രാഹിമിന്റെ സമീപത്ത് ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്ത. എന്തുമാത്രം പവിത്രതയാണ്, പ്രാധാന്യമാണ് അല്ലാഹു തആല കൽപ്പിച്ചത് നമ്മളൊന്ന് നോക്കണം. ചില ആളുകൾക്ക് ഇതൊന്നും അറിയില്ല, ഈ ചരിത്രമൊന്നും അറിയില്ല. ഒരുപക്ഷെ ഖുർആൻ